ഹായ്, ഗുഡ് മോർണിംഗ്. സുലനൂസ പെനീഡയിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണെന്ന് പറയാം. സെക്കൻഡ് ഡേ, ബട്ട് ഫസ്റ്റ് മോർണിംഗ് വി ഹാവിങ് ആർ ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രൈഡ് റൈസ് ആണ്. ഐ തിങ്ക് ഇതൊരു ബാലി സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ്, വെജ് ഫ്രൈഡ് റൈസ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഐ ലവ് ദിസ് വ്യൂ. സോ നമ്മളൊരു ഹെയർ പിൻ പോലത്തെ റോഡിൽ കൂടെ വന്നത്. ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഞാൻ കാറിൻ്റെ ബാക്ക് സീറ്റിലായിരുന്നു. കുറച്ച് സിക്ക് ഫീലിംഗ് അടിച്ചു. എത്തി നടന്ന് തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല. സോ ഇപ്പോൾ നമ്മൾ ട്രീ ഹൗസിലാണ് പോകുന്നത്. എവിടെയാണോ ട്രീ ഹൗസ്? എനിക്ക് ഞാൻ ട്രെക്കിങ്ങിന് പോയൊരു ഓർമ്മ തോന്നുന്നു ചെറുതായിട്ട്. ഭയങ്കര നൊസ്റ്റ്. അപ്പൊ നമുക്ക് എന്തായാലും ഫോൺ മാറ്റി വെക്കാം. അതായിരിക്കും എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. ദിസ് ഈസ് ദ ട്രീ ഹൗസ്. ഇവിടെ 2-3 ട്രീ ഹൗസ് ഉണ്ട്. വേർത്തിട്ടായിരുന്നോ എന്ന് അറിഞ്ഞൂടാ. ഇത്രയും ഉള്ളു വാക്ക്. ദ വാക്ക് വാസ് ടു ടയറിങ് മീ. ഇവിടെ ഒന്ന് ചെറുതായിട്ട് സ്ലിപ്പ് ആവുക, സൂക്ഷിച്ചേ. ട്രെക്കിങ്ങിന് ഇടാൻ പറ്റിയൊരു ചെരുപ്പാണ് ക്രോക്സ്. ആരും ആവർത്തിക്കില്ല. സോ ഇപ്പോൾ അമ്മു എന്നെ വിളിച്ചിട്ട് ഈ ബീച്ച് ഒന്ന് കാണിച്ചു. ഇതാണെന്ന് തോന്നുന്നു നമ്മൾ ഈവനിങ് പോകാൻ പോകുന്നത്. ഡയമണ്ട് ബീച്ച് ഇതാണല്ലേ. അത് കൊള്ളാം, വൈബുണ്ട്. നമ്മൾ സ്വിമ്മിങ് കോസ്റ്റ്യൂം ഒക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. ഒരു കുടയോ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതാരാ ഇത്? കൊള്ളാം, സ്റ്റൈല് കൊള്ളാം. കൊള്ളാം അല്ലേ? സോ നമ്മൾ കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് 1.5 hours ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. നമ്മുടെ ചാൻസ് ഇതുവരെ വന്നില്ല. ഈ മേളത്തെ ഏരിയ കാണാൻ പോയിട്ട് അവിടെ കുറേ പേര് ഇരിക്കുന്നതുണ്ടോ? അവിടെ കയറിയിട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ ടോക്കൺ നമ്പർ 35 or 36 ഒന്നുമായി. വി ആർ നമ്പർ 40. സോ വി ജസ്റ്റ് വെയിറ്റിംഗ് ഹിയർ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് വി കൻ ഗോ ടു ഇവിടുത്തെ ഏതെങ്കിലും ഒരു കഫേ, ഹാവ് ലഞ്ച്. അവിടെ കുറേ നേരം ചില്ല് ചെയ്തിട്ട് വിൽ ഗോ ടു ദ ബീച്ച്. അങ്ങനെ ഫൈനലി നമ്മുടെ ടോക്കൺ നമ്പറായി. വി ഗോയിങ് ആ coming. ഒരു ട്രിപ്പിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കുറച്ച് കടന്നു പോയി ട്രെക്കിങ്. ഞാൻ അമ്മയുടെ കൂടെ ബാഗ് എടുത്തിട്ടു. അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞ് സ്റ്റൈലിൽ ഞാനിങ്ങനെ എടുത്തിട്ടു. പക്ഷെ കുഴപ്പമില്ല, വെയിറ്റില്ല. തണല് കിട്ടിയപ്പോൾ ഞാൻ നിന്നു. തിരിച്ചു കയറിയാലോ? അമ്മ കുറച്ച് താഴെയായിരുന്നു. എവിടെ എത്തിയുണ്ടോ? അമ്മ അവിടെ ഉണ്ടോ നിങ്ങള്? യെസ്, ഗുഡ്. They're coming. Yeah. എന്നെയാണ് അഹാന എന്ന് വിളിച്ച സ്റ്റൈല്. മമ്മ ആൻഡ് അഹാന കമ്മിങ് ടുഗെദർ. ഇവിടെ നാളെ കയറി വന്നതല്ലേ. ഷാനി, എത്ര ഇറങ്ങണമെങ്കിലും ഞാൻ ഇറങ്ങി ആ ബീച്ച് ഞാൻ പോയി കളിക്കും. ഞാനും വെയിലൊന്നും തന്നാ കളിക്കും. വെയിൽ തന്നിട്ടേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ടു ബ്യൂട്ടിഫുൾ. ഷാനി, ഐ അഗ്രി.
ഒരു മോൾഡീവ്സിൽ വന്ന ഒരു ഫീലിംഗ് കിട്ടും ഏകദേശം. ബിക്കോസ് മോൾഡീവ്സിൽ ഇങ്ങനെ റോക്സും ഗ്രീനറിയും കുറവാണ്. അത് തായ്ലൻഡ് സേഫ് ബീച്ച്, അതുകൊണ്ടല്ലേ ഇറ്റ്സ് എ ടൂറിസ്റ്റ് ബീച്ച്. പ്ലസ് നമ്മളങ്ങ് ഉള്ളിലേക്ക് ചെല്ലുന്നില്ലല്ലോ. Of course not. ഷോറിലുള്ള നമുക്ക് നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് എവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ വി ഗോയിങ് ദേർ ടു ഹാവ് ലഞ്ച്. ഇവിടെയാണ് നമ്മൾ ലഞ്ചിന് വന്നിരിക്കുന്നത്. വൈബുണ്ടല്ലേ, ആംബിയൻസ് കൊള്ളാൻ തോന്നുന്നു. ഫുഡും കൂടെ നല്ലതായിരുന്നാൽ മതിയായിരുന്നു. മെനുവിൽ കണ്ട ഒരു ഇതാണ് ഐ ആം ലാലപ്പൻ. പക്ഷെ കാണാൻ ഒരു വൈബ് ഉണ്ട് കേട്ടോ. കുറച്ച് ചോറും ചിക്കന്റെ കാലും കുറച്ച് വെജിറ്റബിൾസ്. ലാലപ്പൻ അറിയില്ല. ഇപ്പൊ സമയം 3:40 ആയി. ഇനി ബീച്ചിൽ പോകുന്നതാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് ടു സണ്ണി. ബീച്ചിൽ പോകാൻ കുറേ നടക്കാനുണ്ട്. സോ വി തോട്ട് അവിടെ പോയി അവിടെ ഏതെങ്കിലും കഫേയിലെല്ലാം ഇരിക്കാം. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ബീച്ചിലേക്ക് പതുക്കെ ഇറങ്ങാം. കാരണം കുറച്ച് നേരം ഉണ്ട് നടക്കാനേ. എവിടെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യും എന്നൊന്നും അറിയില്ല. അമ്മു പറഞ്ഞ അവിടെ കുറേ പാറയൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ നിന്ന് ഡ്രസ്സ് മാറാം എന്ന്. എൻ്റെ ഈ മാല ഇങ്ങനെ ഉണ്ട്, ഒരു ബീച്ച് വൈബില്ലേ. ഞാൻ അന്ന് ഉബുദിലെ സ്ട്രീറ്റ് മാർക്കറ്റിൽ വാങ്ങിച്ചതാണ്. ഇതിട്ടപ്പോൾ ഇന്ന് എല്ലാവരും എന്നെ ഹൻസുമൊക്കെ കളിയാക്കി, എന്താണ് ചരട് കെട്ടി വെച്ചേക്കാണെന്നൊക്കെ. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കൊള്ളാം, ഈ ഒരു മൂഡിന് ചേരുന്നുണ്ട്. വെൽക്കം ടു ഡയമണ്ട് ബീച്ച്. ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ട്രെക്കിങ്ങിന് പോയപ്പോൾ ഒത്തിരി ടാൻ ആയിരുന്നല്ലോ. ദാറ്റ് ഇസ് അറൗണ്ട് 5 months ബാക്ക് ഐ തിങ്ക്. അതിൻ്റെ ടാൻ ഒന്ന് മാറി വന്നതായിരുന്നു. ഐ തിങ്ക് ഇന്ന് അതിനെക്കാട്ടിലും ഒരു ടാൻ കിട്ടിയിട്ടുണ്ട്, എസ്പെഷ്യലി എൻ്റെ ബാക്കിൽ. ഇനി എനിക്കൊന്ന് വർഷങ്ങളെടുക്കും തോന്നുന്നു പോവാൻ. കുറച്ച് നേരം കുഴപ്പമില്ല അല്ലേ. അറിഞ്ഞില്ല ഇങ്ങനത്തെ ഒരു ട്രെക്കിംഗ് പോലത്തെ വൈബായിരുന്നു എന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് നടക്കുന്നത്. ഇറ്റ്സ് എ ബിറ്റ് സ്കേറി ബട്ട് വ്യൂ ഇസ് സോ നൈസ്. സോ ഈ വഴിയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഇത് ആക്ച്വലി അത്ര സ്കെയറി ആയിട്ട് നമുക്ക് തോന്നിയില്ല. സാധാ അങ്ങനെ നടന്ന് നടന്ന് എവിടേക്കും എത്തി. ഇനിയും ഉണ്ട് കുറച്ച് നടക്കാൻ. Finally, successfully reached the beach. So this is Diamond Beach. വെള്ളത്തിൽ ഓടിപ്പോയി ചാടാൻ ആക്ച്വലി തോന്നുന്നുണ്ട്. നല്ല ബ്ലൂ വെള്ളം. വീഡിയോയിലൂടെ അത്ര അറിയുന്നില്ല എന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ്സ് ലൈക്ക് റിയലി ബ്ലൂ വെള്ളം. ഏതെങ്കിലും പാറയുടെ പിറകെ വല്ലതും നിന്ന് നമ്മൾ സ്വിം സൂട്ടിലേക്ക് മാറണം. നെറ്റ്ഫ്ലിക്സിലോ ആമസോൺ പ്രൈമിലോ ഒരു ഓൾഡ് എന്നൊരു മൂവിയുണ്ട്. ഒരു ബീച്ചിൽ നടക്കുന്നൊരു സ്റ്റോറിയാണ്. കുറച്ചൊരു ക്രീപ്പി മൂവിയാണ്. അപ്പോൾ ആ മൂവിയുടെ ബീച്ച് കാണിക്കുന്നുണ്ട്. ആ ബീച്ച് പോലും ഉണ്ടത്. ഇഷ്ടമായി.
ഈ ഡ്രസ്സ് നനച്ച വേറെ ഉണ്ടോ? അപ്പോൾ താഴെയല്ലേ ഉണക്കാൻ ഈ ഡ്രസ്സിൽ കുറച്ച് നല്ല ഫോട്ടോസ് വേണമേ. അമ്മേനെ ഞാൻ ആക്ച്വലി സമ്മതിച്ചു. എത്ര വയസ്സായി? 52 വയസ്സിൽ ഇന്ന് അമ്മ കയറിയ കയറ്റും ചില്ലറ കയറ്റുമൊന്നും അല്ല, കയറ്റവും ഇറക്കും. എനിക്കൊന്നും വഴി വെച്ച് ഞാൻ കണ്ടില്ല. അമ്മ കണ്ടു. ഒരു കൊറിയൻ ആൾ അമ്മയ്ക്ക് സെല്യൂട്ടൊക്കെ കൊടുത്തു. മാം യു ആർ എന്താ പറഞ്ഞേ? യു ആർ ഗ്രേറ്റ് മാം എന്നൊക്കെ. കാരണം ഐ തിങ്ക് ഒരു മാക്സിമം 35-40, അതിന് 40 പോലും ഇല്ല. 35 ഏജ് ഗ്രൂപ്പിലാണ് മാക്സിമം ഇവിടെ വരുന്നത്. അമ്മ അവരെയൊക്കെ കടത്തി വെട്ടിച്ചാണ്. സത്യം പറയാൻ നമ്മൾ അറിഞ്ഞില്ല ഇന്ന് ഇങ്ങനത്തെ ഒരു ട്രെക്കിംഗ്. അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ വരില്ലായിരുന്നു കാണാം. വന്നപ്പോൾ ഇതാണ്. പിന്നെ വെറുതെ ഇരിക്കാൻ തോന്നിയില്ല, ആളങ്ങ് ചെയ്തു. പിന്നെ എൻ്റെ അല്ലേ അമ്മ, സ്വാഭാവികം. അപ്പോൾ പോയി ഡ്രസ്സ് ഒന്ന് ഒളിച്ച് അതറിയാം. ഓക്കെ കമോൺ. ഇത് നമ്മൾ മലേഷ്യയിൽ പോയപ്പോൾ വാങ്ങിച്ച സ്വിറ്റ് സൂട്ടാണ്. ഇവിടെ ആക്ച്വലി ഫോട്ടോ എടുക്കാനാണ് രസം, കല്ലൊക്കെ ഉള്ളതുകൊണ്ട്. ശരിക്കും കളിക്കാൻ നമുക്ക് അങ്ങോട്ട് പോവാം. അതിൽ നമ്മൾ കൂടുതൽ പോകത്തില്ല, കാരണം ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഒഴുകി പോകാം. സേഫ് ഡിസ്റ്റൻസ് നിന്നിട്ട് പോയാലോ? അങ്ങനെ ബീച്ചിലൊക്കെ കളിച്ച് കഴിഞ്ഞു. we're going back. നമ്മളാണ് ആക്ച്വലി ലാസ്റ്റ് ടു എക്സിറ്റ് ദ ബീച്ച്. നല്ല ലൈറ്റ് കേട്ടോ, സ്കൈസ് പിങ്ക്. ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. ടു എ സ്റ്റോർ. ഞാൻ മിനി ഓറിയോസ് എടുത്തു. എന്തൊക്കെയുണ്ട്? യെസ്. നീ ഏത് ഫ്ലേവർ എടുത്തേ? നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഓറിയോ കിട്ടി, പോക്കിമോൻ എഡിഷൻ, യെല്ലോ കളർ. കഴിച്ചു നോക്കാം. കപ്പ സിന്ധു അതിൽ ആകെ 2 എണ്ണം ഉണ്ട്. ഉള്ള എല്ലാം നീ താഴെ ഇട്ടല്ലോ. ഏയ് എന്തു നിങ്ങൾ മത്സരോ? എല്ലാം വായിക്കാത്തെടുത്തത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞു. വേ ബാക്ക്. ഈ കേൾക്കുന്ന സൗണ്ട് കടലിൻ്റെ ആണ്. കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരിക്കും, പക്ഷേ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ വെച്ച് ഇന്നത്തെ ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. സോ എന്നാരും വിളിക്കുന്നത് എന്താ? മൂണിനെ കണ്ടില്ല, ക്ലൗഡി ആയിരിക്കും. ഇന്ന് മൂൺ കാണുന്നില്ല. സോ ഇന്നത്തെ ദിവസം സ്റ്റാർട്ടഡ് ഓഫ് എ ബിറ്റ് ഹെക്റ്റിക്. നമ്മൾ ട്രെക്കൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് സ്ട്രെസ്ഡായി. ബട്ട് ഇറ്റ് വാസ് എൻ അമേസിങ് ഡേ. ഐ തിങ്ക് ബാലി വന്നിട്ടുള്ളതിലെ ബെസ്റ്റ് ഡേ ആയിരുന്നു. ആ കടലിൽ നമ്മൾ കളിച്ചതൊക്കെ രക്ഷയിലായിരുന്നു. ഇറ്റ് വാസ് സൂപ്പർ ഫൺ. എന്താ പറയുക, ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലും ട്രക്കിംഗ് ഒക്കെ ചെയ്ത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും മെയിനായിട്ട് ഇരിക്കുന്ന കുറേ എക്സ്പീരിയൻസസ് നമുക്കിന്ന് ഉണ്ടായി, വിച്ച് ഈസ് ഗ്രേറ്റ്. താങ്ക് യു.
സോ നാളെ വി ഗോയിങ് ബാക്ക് ടു സ്ഥലത്തിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു, സോറി കേട്ടോ. ഉബുദല്ല, വേറൊരു സ്ഥലം. യാ, ഇവിടെ വന്നത് നമ്മൾ ആദ്യം ആലോചിച്ചു ഇത് കുറച്ചൊരു റൂറൽ ഏരിയ ആണ്, ഇവിടെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ. പക്ഷേ നല്ല ദിവസമായിരുന്നു. ഐ ലവ് ഇറ്റ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര തന്നെ. മുടിയൊക്കെ കടലിൽ കുളിച്ച് ഒരുമാതിരിയായി പോയി കുളിച്ച് മുടി സെറ്റാക്കണം. വിൽ സീ യു ഗൈസ് ഓൺ ടുമോറോ മോർണിംഗ്. ബൈ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. ഈ വ്യൂ എന്തായാലും ഞാൻ മിസ് ചെയ്യും. ഇവിടെ രാവിലെ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഈ 2 ലേഡീസാണ് അതൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ചെറിയ മിനി കിച്ചൺ പോലെ ഉണ്ട്. ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കും. സോ നമ്മൾ വില്ല ആർജ വിട്ടു പോവുകയാണ്. സെമിന്യാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. ഞാൻ ഇന്നലെ പറയാൻ മറന്നുമില്ലേ, വെയിറ്റിംഗ് ടു സെമിന്യാക്ക് നോ. ഇന്നലെ വന്ന അതേ ഫെറിയിലിരുന്നാണ് പോകുന്നത്. കുറച്ച് നേരമുണ്ട്. വേറെ സീ സിക്നസ് ഒന്നും വരാതെ അവിടെ എത്തണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബൈ വില്ലാർജ. നല്ലതായിരുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു. എപ്പോഴും നമ്മൾ ഓഷ്യൻ വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് സൺസെറ്റാണ് അവിടെ മോസ്റ്റ് ഓഫ് ദി ടൈംസ്. പക്ഷേ ഇത് സൺറൈസ് ആയിരുന്നു. നമ്മൾ നല്ല നേരത്തെ ആയിരുന്നു പോർട്ടിലേക്ക് പോകാൻ. അപ്പോൾ അവിടെ അത്രയും നേരം പോയിരുന്നിട്ടൊന്നും ഇല്ല ചെയ്യാൻ. സോ നമ്മളൊരു കഫേയിലേക്ക് വന്നു. മിനി ഓറിയോസ്. ഞാൻ ഫെറിയിലിരുന്ന് ഉറങ്ങിപ്പോയി. ഒരു 1.5 ഉറക്കമായിപ്പോയി. കണ്ണു തുറന്നും സ്ഥലം എത്തി. എന്നാലും നന്നായി. ആ ഒരു സീ സിക്നസ് ഒന്നും അടിച്ചില്ല. അതിനിടയ്ക്ക് സ്ഥലം എത്തി. ഉറക്കം ശരിയായില്ല. എനിക്ക് ഉറങ്ങണം. കഴുത്ത് ഇനി ഇവിടെ നല്ല വെയിലത്ത് നടക്കണം. കാറ് വരെ എത്താം. ബാലിയിലൊരു മോളാണ് ഐക്കൺ ബാലി. നമ്മൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു ഫേമസ് ഐസ്ക്രീം ജെലാറ്റോ കടയുണ്ടെന്ന് പറഞ്ഞു. ഫുൾ സോർബയാണ് കൂടുതലും. പക്ഷെ ഞാൻ വാട്ടർമെലൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ വയറ് നല്ല മധുരമുണ്ട്. എനിക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ തോന്നുന്നില്ല. അച്ഛനപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് സോർബേ വാങ്ങാമെന്ന് പറഞ്ഞു. ആൻഡ് വി തോട്ട് വിൽ ഓൾ ഷെയർ. ഓസി, അശ്വിൻ, ഹൻസു ഷോപ്പിങ്ങിന് പോയി. നമ്മൾ ഈ സൈഡിൽ. ഇതാണ് ഇവിടുത്തെ ട്രാഫിക് പോലീസിൻ്റെ യൂണിഫോം. അങ്ങനെ പറയാറുള്ളത്. ഞാൻ കണ്ണടച്ചായിരുന്നു കഴിച്ചതെങ്കിൽ ഐ വുഡ് സേ ഇത് മാംഗോ ഐസ്ക്രീമാണ്. മാംഗോ ബൈറ്റ് ഇല്ലേ, മുട്ടായി, അതിൻ്റെ എക്സാക്ട് സെയിം ടേസ്റ്റ്. അതെങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ആയെന്ന് എനിക്കറിയില്ല. ക്യൂട്ട് ടേസ്റ്റ്. നമ്മളൊരു മസാജിങ് സ്ഥലത്ത് വന്നു. ഇവിടെ സൈലൻസ് ആണ്. ഞാൻ കുറച്ച് സംസാരിക്കില്ല.
അങ്ങനെ മസാജ് കഴിഞ്ഞു. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. ഇതൊരു സാധാരണ സ്ഥലമായിരുന്നെങ്കിലും നല്ലതായിരുന്നു. നെയിം ഈസ് ഉടങ്, ആ തലയിൽ കിട്ടുന്ന സാധനം. ഓ, കെട്ടാൻ എനിക്ക് കൊള്ളാല്ലേ? എത്ര വിലയാണെന്ന് ചോദിക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുക്കാൻ വെച്ചേ. 2-3 കളറില്ല. ഹൗ മച്ച് ഇസ് ദിസ്? 8 lakh. It is silk. It's എന്താ അങ്ങനെ വില? pure silk. സിൽക്കിന് എങ്ങനെ? Silk ആണ്. Silk, no? എനിക്ക് വേണ്ട. അങ്ങനെ നമ്മൾ സെമിനിയാക്കിലെ റിസോർട്ടിലെത്തി. ഇറ്റ്സ് കോൾഡ് ഫുറാമ എക്സ്ക്ലൂസീവ് ഓഷ്യൻ ബീച്ച്. ബൈ, ഗുഡ് നൈറ്റ്. ബൈ. Okay, bye, good night. See you tomorrow. ഹായ്, ഗുഡ് മോർണിംഗ്. സോ ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ബാലി. നാളെ പോവുകയാണ്. ഇന്നിപ്പോൾ ഓസി അച്ഛനും അശ്വനും വരുന്നില്ല. അവർക്ക് ഈ റിസോർട്ടിൽ നിന്ന് സ്പാ ഒക്കെ ചെയ്ത് റിലാക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ഞാനും അമ്മയും ഹൻസുവും അമ്മുവും മാത്രമാണ് പോകുന്നത്. ഇന്നലെ പോയൊരു ബീച്ച് ക്ലബ്ബ് പോലത്തെ വേറൊരു ബീച്ച് ക്ലബ്ബിൽ പോയിക്കൊണ്ട്, ബിക്കോസ് ഇന്നലെ നമുക്കവിടെ ഒത്തിരി നേരം ഇരിക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ നല്ല റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്തിരിക്കാൻ പോവാണ് ബീച്ച് ക്ലബ്ബിൽ.
അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഫേമസ് ടെമ്പിൾ ഉണ്ട്, അവിടെ പോകും. സോയ ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഞാനും മനസ്സുഖം എണീറ്റത്. കാരണം ഇവരുള്ള എല്ലാ ദിവസവും കണ്ടിന്യൂസ് രാവിലെ എണീച്ചൊരു റെസ്റ്റേ കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് എനിക്ക് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഫുൾ ഇത് തെറ്റും. എനിക്ക് 8 hours മിനിമം സ്ലീപ്പ് വേണം, അത് കിട്ടുന്നില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും 10 മണിക്ക് കിടക്കുമായിരുന്നു. ഇപ്പം അത് പറ്റുന്നില്ല, ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് റിലാക്സ് ചെയ്ത് നമ്മൾ ലേറ്റായിട്ടൊക്കെ എണീറ്റാണ് ഡ്രസ്സ് ചെയ്തത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് അമ്മ താഴെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് വന്നു. അല്ല, ഞാൻ കടയിൽ പോയി കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. സോറി, ഞാനത് ഇപ്പോഴാണ് അറിഞ്ഞത്. താങ്ക്സ്. അപ്പൊ അവരത് വെള്ളം വാങ്ങി, ഫ്രൂട്ട്സ് വാങ്ങി, കുറേ സാധനം വാങ്ങി. ഞാൻ ഈ ഫോർക്ക് ശ്രദ്ധിച്ചത്, ഇതിന്റെ മേളിലുണ്ടായിരുന്നു. ഞാൻ കുറെ തണ്ണിമത്തൻ കൈവച്ചാ കഴിച്ചു. ഇപ്പൊ കാറ് കയറിയിട്ട് ശ്രദ്ധിച്ചത്. അതാ ഞാൻ ആലോചിച്ചു, അവർ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെയൊക്കെ തന്നു വിടുമെന്ന്. നൈസ്. ഇതാണോ? ഇതെനിക്ക് തോന്നുന്നു ആ ബീച്ചിന്റെ പേരാണെന്ന് തോന്നുന്നു. ക്ലബിന്റെ പേര് ട്രോപ്പിക്കൽ ടെംപ്റ്റേഷൻ. ഈ ബീച്ച് ഒരു രക്ഷയില്ല കേട്ടോ. ബീച്ച് റിസോർട്ടിൻ്റെ പേരായിരുന്നു ട്രോപ്പിക്കൽ ടെംപ്റ്റേഷൻ. യെസ്, ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. കാരണം നമ്മളിതിന് ശേഷം ഒരു ടെമ്പിളിൽ പോകുന്നു എന്ന് പറഞ്ഞില്ലേ. സോ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉള്ള എല്ലാ ഡ്രസ്സ് വിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടണം എന്നുണ്ടായിരുന്നു. അവിടെ ഞാനും മനസ്സിൽ വേറെ എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് മാറ്റി. ഇത് ആക്ച്വലി ഞാൻ പണ്ട് ഞാനും അമ്മുവും റിയ ചേച്ചിയും എപ്പോഴും ബാലി പോകുമായിരിക്കും പ്ലാൻ ചെയ്ത സമയത്ത് കുറച്ച് ബാലി ഡ്രസ്സ് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. കാരണം ഇത്തവണ വാങ്ങാനൊന്നും സമയം കിട്ടിയില്ല. ഓസിയുടെ വെഡിങ്ങിൻ്റെ ഇതിന് മുന്നേ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ആ വെഡിങ് തിരക്കിൽ നമുക്കൊന്നും വാങ്ങാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അന്ന് അങ്ങനെ കുറച്ച് പർച്ചേസ് നടത്തിയത് കൊണ്ട് ബാക്കിയിട്ട് കുറച്ച് ബാലി വൈബിൾ ഡ്രസ്സ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വന്ന ഈ ടെമ്പിളിൽ ഒത്തിരി മങ്കീസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ മങ്കീസിൻ്റെയൊക്കെ ഫേവറേറ്റ് ജോബ് തന്നെ വരുന്ന ആൾക്കാരുടെ ഫോൺ തട്ടിപ്പറിക്കുക, കൂളിംഗ് ഗ്ലാസ്, വെള്ളം ഒക്കെയാണ്. അപ്പോൾ നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഒന്നും എടുക്കാതെ പോകുന്നു. വ്ളോഗും ഞാൻ മങ്കി ഉള്ള സ്ഥലങ്ങൾ എടുക്കത്തില്ല. അതൊക്കെ ഒന്ന് കടന്നു പോയി അകത്തെത്തിയിട്ട് ഞാൻ എടുക്കാം. കാരണം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എനിക്ക് കുറച്ച് ലക്ക് കൂടുതലാണ്. മങ്കി ചിലപ്പോൾ എന്നെ തന്നെ ഫീൽ ചെയ്യുന്നതാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്തോന്ന് തലവേദനയില്ല, വോമിറ്റിങ്. നമ്മളിപ്പോൾ വന്ന കാർ റൈഡിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് വോമിറ്റ് ചെയ്യാൻ വന്നു. ഇപ്പോഴും ആ ഫീലിംഗ് ഉണ്ട്. അഡ്ജസ്റ്റിങ്. സോ നമ്മൾ ഈ ടെമ്പിളിൽ വന്നപ്പോൾ എല്ലാവർക്കും നമ്മുടെ വയറിൽ കെട്ടാനൊരു സാധനം തന്നു. അങ്ങനെയുണ്ട്. ഷോർട്ട്സ് ഇട്ടേക്കുന്നവർക്കൊരു ലുങ്കി പോലൊരു സാധനമാണ്, വയലറ്റ് കളർ. പാൻറ് ലോങ് ഡ്രസ്സ് ഇട്ടേക്കുന്നവർക്ക് ഈ ഓറഞ്ച് സാധനം. അപ്പം നമ്മുടെ ഫുൾ കുടുംബത്തിന് ഈ ഓറഞ്ച് സാധനം തന്നത്. ഫോട്ടോ എടുക്കുമ്പോൾ ഊരാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്തായാലും മങ്കീസ് വരാറായി. ഞാൻ ഫോൺ എടുത്ത് മാറ്റി വെക്കട്ടെ. Dan hanya diperkenankan memasuki area yang ada di bawah tangga pura. Ketiga, wisatawan tidak boleh memberi makan atau menyentuh monyet tanpa didampingi.
ഡാൻസ് കാണാൻ പോവാണ് നമ്മൾ. എൻ്റെ ഫോൺ 2 ഫോൺ സ്റ്റോറേജ് ഫുള്ളായി. നമ്മൾ കരിഞ്ഞു പോയി ഇവിടെ. എൻ്റെ ഫോണിൻ്റെ പ്രത്യേകതയാണ് അത്. അവിടെയാണ് ഡാൻസ്. എനിക്ക് വെള്ളം വേണം. വെള്ളം എടുത്ത് വെളിയിരിക്കുന്നു. അമ്മേനെ നോക്കാം എന്ത് ചെയ്യുന്നു. വീഡിയോ എടുക്കും. അത് വിറ്റാക്കാൻ നടക്കുന്നപ്പോൾ നമുക്ക് വട്ട്. അങ്ങനെ ബാലിയിൽ നമ്മുടെ ലാസ്റ്റ് ഡേ എത്തിക്കഴിഞ്ഞു. എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമെത്തി. നൗ ദ ടൈം ഇസ് ഐ തിങ്ക് 10 കഴിഞ്ഞു. സോ അബൌട്ട് ബാലി, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് ബാലി. ഒരു വളരെ ഹാപ്പി പ്ലേസ്. എല്ലാവരും എപ്പോഴും ഹാപ്പിയാണ്. പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് റോബറി അത് ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ ഫോണൊക്കെ പോയ കഥ. ഇവിടെ ആ ഒരു സീനേ ഇല്ല. ഇറ്റ്സ് എ വെരി ഹാപ്പി beautiful jolly place. So I would love to come here again. Like ബാലിയിൽ ഇപ്പോൾ ഒരു 100 സ്ഥലങ്ങളുണ്ട് വിസിറ്റ് ചെയ്യാനെങ്കിൽ. ഐ തിങ്ക് we've covered just ഒരു 2.5 to 3% ഏരിയ. അപ്പോൾ ഇനിയും ഒരു 25 പ്രാവശ്യം വന്നാലും നമുക്ക് ഓരോ പുതിയ സ്ഥലം പോകാൻ പറ്റുന്ന ഏരിയയാണ് ബാലി. ഇപ്പം ഫാമിലി ആയിട്ട് വന്നു. ഇനി എൻ്റെ ആഗ്രഹം ഫ്രണ്ട്സായിട്ട് ഒരിക്കലോ അല്ലെങ്കിൽ കൂടുതൽ തവണ വരണം എന്നാണ്. ഫാമിലി ആയിട്ടും ഞാൻ സിനിമ വരണം. ബട്ട് നെക്സ്റ്റ് മേ ബി ഫ്രണ്ട്സ്. പക്ഷേ ഫ്രണ്ട്സായിട്ടൊരു സാധാ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്യും, നടക്കത്തില്ല. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ എനിക്ക് അറിയില്ല എത്രത്തോളം പ്രാക്ടിക്കലാണ്. എനിവേസ്, പിന്നെ ഇന്ന് നമ്മൾ പോയ അമ്പലത്തിൻ്റെ പേര് വാസ് ഉളവാട്ടൂർ. അറിയില്ല. ഉളവാട്ടു വരെ അറിയാം. ഉളവാട്ടു
ടെമ്പിൾ. സോ ആ ടെമ്പിൾ വാസ് റിയലി ബ്യൂട്ടിഫുൾ. പക്ഷേ കുറച്ച് ക്രൗഡായിരുന്നു, അതുകൊണ്ട് നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് വി ഹാഡ് ബുക്ക്ഡ് അവിടുത്തെ ഒരു ഡാൻസ് പരിപാടി. അപ്പോൾ അതിന് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതെ അങ്ങോട്ട് പോകേണ്ടി വന്നു. അബൌട്ട് ദാറ്റ് ഡാൻസ്, സോ അതൊരു ഡാൻസ് അല്ലായിരുന്നു. ഇറ്റ് വാസ് മോർ ലൈക്ക് ഒരു എന്താ പറയുക, നാടകമൊക്കെ പോലെ, ഇവിടെ സ്കിറ്റ് പോലെ. ആൻഡ് ഞാനിതെല്ലാം കഴിഞ്ഞ് കാറിൽ എത്തിയിട്ടാണ് അമ്മു പറയുന്നത്, ആ രാവണൻ കണ്ടു രാമൻ വന്ന കണ്ടു. ഞാൻ രാമൻ നോക്കി ഇവിടെ എന്ത് ചെയ്യുക, അത് കാണിച്ച രാമായണത്തിലെ കഥയാണെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചത് ഇവിടുത്തെ ഏതോ നമ്മുടെ ട്രഡീഷൻ കഥകളിയൊക്കെ പോലെ ഇവിടുത്തെ എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ചത്. പിന്നെ മനസ്സിലായത് രാമായണമായിരുന്നു കാണിച്ചത്. അത് അറിഞ്ഞുകൊണ്ട് ഒന്നുകൂടെ കാണണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. പിന്നെന്താ, യെസ്, നമ്മുടെ ട്രാവൽ പാർട്ട്ണർ ഇസ് ബഡ്ജറ്റ് ഹോളിഡേയ്സ്. ഞാൻ അവരെക്കുറിച്ച് എന്തായാലും ഒന്ന് പറയാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ദേ ആർ സോ ഗുഡ് ടു വർക്ക് വിത്ത്. നമ്മൾ പണ്ട് മലേഷ്യയിൽ പോയതും ബഡ്ജറ്റ് ഹോളിഡേയ്സിൻ്റെ കൂടെ തന്നെയാണ്. നമുക്കത് വളരെ ഇഷ്ടപ്പെട്ടൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് എഗെയിൻ നമ്മൾ ബാലിയിലും ഇവരെ തന്നെ കോൺടാക്ട് ചെയ്തത്. ബിക്കോസ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ ഹോട്ടലിൽ വന്നപ്പോൾ റൂമിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ വിത്തിൻ മിനിറ്റ്സ് തന്നെ ഇവരെ കോൺടാക്ട് ചെയ്തു, ഇവരെന്തോ ചെയ്തു, അവർക്ക് പറഞ്ഞു എല്ലാം സോൾവ് ആക്കി തന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ പല സ്ഥലത്ത് ഫ്രം വൺ പ്ലേസ് നമുക്ക് ട്രാവൽ ചെയ്യുന്ന ത്രൂ ഫെറിയൊക്കെയാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ്, കാരണം ആരും അറിയില്ല, ഭാഷ അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് പ്രശ്നം വന്നാലും ജസ്റ്റ് വാട്സാപ്പ് ദം ഓർ കോൾ ദം. അവരെപ്പോഴും 24/7 ഓൺലൈൻ ആയിരിക്കും. നല്ല റെസ്പോൺസീവാണ്. ആൻഡ് ദേ റിയലി കെയർ, ലൈക്ക് നമ്മുടെ ഒരു സേഫ്റ്റിയും വെൽബീങ് ഒക്കെ ദേ റിയലി കെയർ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെക്കാട്ടും സ്ട്രെസ് ആവുന്ന അവരാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഈസ് സംതിങ് ഐ റിയലി ലൈക്ക് ഇൻ ദം. എല്ലാ ടൂർ ഓപ്പറേറ്റേഴ്സും അങ്ങനെ അല്ലല്ലോ, അവരുടെ ഒരു ജോലി എന്നുള്ള രീതിയിൽ, പക്ഷേ ദേ ആക്ച്വലി കെയർ ഫോർ അസ്. ദാറ്റ്സ് റിയലി സ്വീറ്റ് ഓഫ് ദം. സോ നിങ്ങൾ ആരെങ്കിലും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇങ്ങനെയൊക്കെ ട്രിപ്സിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡു കോൺടാക്ട് ബഡ്ജറ്റ് ഹോളിഡേയ്സ് ഫോർ ഷുവർ. ദേ ആർ സോ ഗുഡ് ടു വർക്ക് വിത്ത്. അപ്പോൾ നാളെ രാവിലെ 10:30 നമുക്ക് ഇറങ്ങണം. ആർ ഫ്ലൈറ്റ് ഇസ് അറ്റ് 2:30 or something. സിംഗപ്പൂർ വഴിയാണ് പോകുന്നത്. സോ ഇറ്റ്സ് എ ലോങ് ഡേ ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു സ്കിപ്പ് ദാറ്റ് ഡേ. കാരണം എനിക്കിഷ്ടമല്ല ട്രാവലിംഗ് പാർട്ട്, യുനോ. ഞാൻ അതൊന്നും എടുക്കുന്നില്ല വെറുതെ, സെയിം ആണ്. നമ്മളെല്ലാവരും പെട്ടിയെടുത്ത് പോകുന്നു, ഫ്ലൈറ്റിൽ കയറുന്നു, ഉറങ്ങുന്നു, എത്തുന്നു. സോ ജസ്റ്റ് സ്റ്റോപ്പ് ദ വ്ലോഗ് ഹിയർ. ഇനി എന്തായാലും ഞാൻ ബാലിയിൽ പിന്നെയും വരും, ബിക്കോസ് ഐ ലവ് ദിസ് പ്ലേസ്. അവിടുത്തെ ബീച്ച് ക്ലബ്സിലൊന്നും പോയിട്ട് നമുക്ക് വൈബ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എത്ര പറഞ്ഞാലും ഒരു ഫാമിലി മൂഡല്ലല്ലോ ബീച്ച് ക്ലബ് എന്നൊക്കെ പറഞ്ഞാൽ. ഫ്രണ്ട്സായിട്ട് ഒന്ന് ജോളി അടിക്കണം. അപ്പോൾ അതിന് ഞാനിനി വരും, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അമ്മ കേൾക്കണ്ട. So yeah, thank you so much for watching. See you all in my next vlog. Bye.